ലഹരിയുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് പല തരത്തിലും ജനങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വായിച്ചു മറന്നു പോകുന്നൊരവസ്ഥ. നേരെ മറിച്ച് നാടകത്തിലൂടെ അതിന്റെ ഭവിഷ്യത്തിൽ കാണിക്കുന്ന ഹൃദയസ്പർശിയായിട്ട് ചില രംഗങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തലമുറയ്ക്കെങ്കിലും അത് ഗുണം ചെയ്യും. അപ്പോൾ അതിനെ സാധ്യതയാണ് നാടകം അഭിനയിക്കുന്ന നാടകം എന്ന് പറയുന്നത് കളിയല്ല, അതൊരു കാര്യമായിട്ട് കാണുന്ന സംഭവമാണ്. അപ്പോൾ അതിലൂടെ ഒരു പക്ഷേ ഈ നാടകത്തിലെ ചില മുഹൂർത്തങ്ങളൊക്കെ മനസ്സിൽ തട്ടി നാളെ ലഹരിയിൽ നിന്ന് വിമുക്തരാകാൻ പറ്റും, അതല്ലെങ്കിൽ തൻ്റെ മക്കളെയൊക്കെ അതിൽ പിന്നെ കൊണ്ടുവരാൻ പറ്റും. ഒരു കൂട്ടായ്മ ഭാഗത്ത് വളരുമ്പോൾ ഈ സമൂഹ നന്മ ആരോഗ്യമുള്ള ജനത എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന മൈത്രിയെ പോലുള്ള സംഘടനയ്ക്ക് ഒരു പക്ഷേ കലാകാരന്മാരോട് രണ്ടുകൂടെ ചേരുമ്പോണ്ടാവുന്ന ഒരു വല്ലാത്തൊരു പവറാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പ്രശ്നം വലിയ വിഷയമാണല്ലോ. എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്വം ഞാനല്ലോ. ഈ കള്ളുടിയന്മാരൊന്നും ഇങ്ങനെ ചെയ്യില്ല. എന്റെ ഈ ഇനി പോകാനുള്ള ഒറ്റ പരിപാടിയാണ്. അവഹിത ഗർഭം, പ്രേമനൈരേശം, കാർഷിക കഥ, വട്ടിപ്പലിശ ഇവയൊക്കെ ആണെങ്കിൽ ചാടും ചാടും പറഞ്ഞ് നിൽക്കല്ല. ഇങ്ങനെ ചാടിയിട്ടുണ്ടാവും. വിഷം കുടിച്ചോ തൂങ്ങിച്ചോ അങ്ങനെ തീരും. എന്റെ ഫലമായ സംശയം ഇത് മദ്യത്തിന്റെ പണിയാണ്. ഞാന് അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അത് ഇങ്ങനെയല്ല. എന്റെ ഫലമായുള്ള സംശയം അത് ഈ കഞ്ചാവാണ്. പക്ഷേ ഈ കഞ്ചാവിന്റെ പിന്നാലെ ആളുകളൊക്കെ വരുന്നതിന്റെ കാരണം എന്താ? എന്നൊരു രീതി അങ്ങനെയാണ്. ഏതാണാവോ ആ രീതി? അങ്ങനെ ചോദിക്കും. ഞാൻ ആളുകളെ സുഖിപ്പിച്ചു കൊല്ലും. ഇത് നോക്ക്, പോകാളി എന്ത് നാട്ടാണ് ഈ വീഡിയോ കളിപ്പിക്കുന്നല്ലേ. പിന്നെ ഒരു ഓഫീസിലേക്ക് ചെല്ലാൻ പറ്റും, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു പോകാതിരിക്കില്ലേ. പിന്നെ നമ്മുടെ കള്ളിന്റെ കാര്യം, 2 എണ്ണം അടിച്ച 2 കാലില് നേരം പോലെ നടക്കാൻ പറ്റുമോ? അഴിഞ്ഞാ കുഴഞ്ഞാച്ചിട്ടല്ലേ ഉണ്ടാവുക. പിന്നെ നാറ്റം പോട്ടെ, ഇതിനൊക്കെ ഒരു ഉത്തരവാദി ആരാ? ഈ കഞ്ചാവുണ്ട് അടിച്ചു കഴിഞ്ഞാൽ നാവ് ഒരു കുഴപ്പമില്ല, 2 കാലിലും നടക്കാം, മണമില്ല. എത്ര സുഖാണ്. മണമില്ല, മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ലഹരികൾക്കിടയിൽ ഒരു കുലകർമ്മമുണ്ട്. ആളുകളെ മുച്ചൂടും നശിപ്പിച്ച് കുടുംബവും കുടുംബ ബന്ധങ്ങളും തകർത്ത് നാറാണക്കെല്ലാത്തിന്റെ ഒരു സമൂഹം വിഭാവനം ചെയ്ത് പ്രവർത്തിക്കുന്നവരാ നമ്മള്. അത് മറക്കരുത്. ഇല്ല.
കുലതീർപ്പം ഞാൻ മറക്കലില്ല. എടോ ഒരു നാടിനെ നശിപ്പിക്കാനേ അവിടുത്തെ യുവാക്കളെ നശിപ്പിക്കാനല്ലേ എളുപ്പം. ഒരു നാടിനെ നശിപ്പിക്കാൻ അവിടുത്തെ യുവാക്കളെ നശിപ്പിക്കലല്ലേ എളുപ്പം. അതല്ലേ ഇപ്പോഴത്തെ ഒരു രീതി. പിന്നെ പിന്നെ ചില സമയത്ത് സൂത്രങ്ങളും പണികളും കണ്ടു കഴിഞ്ഞാല് എനിക്കെല്ലാം ചിരി വന്നിട്ടില്ല. ഒന്ന് പറഞ്ഞു തുലക്കണം. പറയാമോ? അതൊക്കെ പറയാം. നമ്മൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അതിനാഴത്തിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് അവരുടെ മറ്റെന്താ സാധനം പറയണേ ദൗർബല്യം. ആ ദൗർബല്യത്തിന് കരുതാനും പിടിക്കണം. ദൗർബല്യത്തിന് ഏടോ അങ്ങനെ പിടിച്ച നമുക്ക് ഒരുപാട് സമ്പാദിക്കാം. നമ്മുടെ ബിസിനസ് വളരും. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി കേരളത്തിന് പുറത്ത് പഠിക്കാം. അവന്റെ അച്ഛന് ഫോൺ ചെയ്യാം. എന്താ സംസാരിക്കുന്നറിയോ? അച്ഛൻ ഇതവിടെ പോയി കളിക്കാം. അച്ഛൻ ഞാൻ കോളേജിൽ ഫീസ് കൊടുത്തിട്ടില്ല, പരീക്ഷ ഫീസും കൊടുത്തിട്ടില്ല. അച്ഛ ഈ അച്ഛൻ കേൾക്കില്ല. ഹലോ അച്ഛ, ഞാൻ കോളേജിലെ ഫീസ് കൊടുത്തിട്ടില്ല, പരീക്ഷ ഫീസും കൊടുത്തിട്ടില്ല. അച്ഛൻ എന്താ പൈസ അയച്ചു തരാതെ? അറിയാം മോനെ, മോനെ അറിയാന്തല്ലേ നാട്ടിലെ അവസ്ഥ. മഴ ഇല്ലാത്ത കാരണം കൃഷിയൊക്കെ നശിച്ചു. കാരണം അച്ഛൻ്റെ കാശില്ല. അതുകൊണ്ടാണ് മോന് ഫീസ് അടയ്ക്കാത്തത്. അച്ഛൻ്റെ മോനെ ഒരു കാര്യം ചെയ്യും, മോന്റെ കൂട്ടുകാരെ ആരോടെങ്കിലും ചോദിച്ചൊക്കെ അവര് തരാതിരിക്കില്ല. എന്റെ കൂട്ടുകാരോടൊന്നും എനിക്ക് ചോദിക്കാൻ വയ്യാത്ത അവരൊക്കെ വലിയ പണക്കാരാണ്. ചോദിച്ചു നോക്കും മോനെ, അത് തരും. അച്ഛൻ്റെ കാശില്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകുന്നുണ്ട്. ഓരോ നാട്ടിലും വന്നവരെ കൂലിപ്പണിക്കും പോയി പറയാത്ത. ഹലോ, ഞാൻ നിർത്താം. മോനെ മോനെ കയ്യില് കാശില്ലാത്തോണ്ടാലേ കയ്യിലേക്ക് അയച്ചു വിട്ടേന്ന്. കൃഷി നശിക്കുക കാരണം കയ്യില് കാശുമില്ല. പിന്നെ പഠിച്ച് നല്ലൊരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ അവനെ പുറത്തു വിട്ട് പഠിപ്പിച്ചേ. എനിക്ക് ആകെ ഒരൊറ്റ മകനേ ഉള്ളു അവനെ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്ത് വിചാരിച്ചിട്ട് പഠിപ്പ് നിർത്താൻ പറ്റുമോ? നിനക്ക് എത്ര രൂപ വേണ്ട? ഞാനും നിന്നെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. നിനക്ക് എത്ര രൂപ വേണ്ട? എനിക്ക് വേണ്ട 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 അങ്ങനെ പറയരുത്. വേണ്ട, ഇപ്പൊ നിർത്തേണ്ട പണം നല്ല നാളുണ്ടാവും. തന്നെയല്ല, നിങ്ങളെ എനിക്കറിയില്ല. ഈ കാശ് എപ്പോഴാ തിരിച്ചു തരാൻ പറ്റിയാലും എനിക്കറിയില്ല. ഒക്കെ വിട്. നീ ഒരു കാര്യം ചെയ്താൽ നിന്റെ ഹോസ്റ്റലില്ലേ അതിന്റെ തൊട്ട മുന്നിലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, നീ നിനക്ക് ഉണ്ടാവുന്നല്ലാ മതി. ഈ ഉപകാരം മറക്കരുത്, നഷ്ടപ്പെടില്ല. ഒരു കാര്യം എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ല, നീ ഒരു പുരുഷനല്ല, നീ ആണല്ലേ? ആ കുട്ടിയല്ലേ? അങ്ങനെ അവൻ പോയി. പിറ്റെന്ന് അവന്റെ കൂട്ടുകാരൻ കിട്ടിയോ? ഞാൻ അവർക്ക് കുറച്ച് സാധനം കൊടുത്തു. എന്റെ ബിസിനസ് അങ്ങനെ വളർന്നു. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശായി. അങ്ങനെ അവന്റെ കൂട്ടുകാരൊക്കെ എന്റെ പോക്കറ്റിലായി. അവർക്കിപ്പോ നാട് വേണ്ട, വീട് വേണ്ട, വലിച്ചു വലിച്ചു വലിച്ച് അവര് പറന്നു പോകുന്ന അങ്ങനെ നടക്കുക. നവയൗവനത്തിന്റെ നാടീഞരമ്പുകളിൽ ലഹരിനാഗങ്ങൾ ഇഴഞ്ഞു നീങ്ങി. നെഞ്ചിടിപ്പിൻ താളമറ്റുമോ ബോധാവബോധം അബോധത്തിലാണ്ടുമോ. ആരെങ്കിലും അവനാ ഒരു മകനുണ്ട്, അവനിപ്പോ കാണാനില്ല എന്നാ പറയുന്നത്.
ആരെങ്കിലും കണ്ടായിരുന്നോ എന്റെ ആ കുട്ടീനെ? പോയി നാടികൾ ഈ കഞ്ചാവിന്റെ മുന്നില് നിങ്ങളൊക്കെ വെറും ശിശുക്കളാണ്, ശിശുക്കൾ. എന്നെ നോക്ക്, ആളുകളെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കടം വാങ്ങിക്കൊടുത്തില്ലേ? എന്നിട്ട് കടം വാങ്ങി കുടിപ്പിച്ച് ആരാണ് കല്ല് വാങ്ങും? പിന്നെ എന്നെ വാങ്ങി കുടിച്ച് അമ്മ ഒരു 10 രൂപ അമ്മ, അത് 10 രൂപ അത് ഷാപ്പിക്കല്ല. പിന്നെ വീടും കിടപ്പാടും വിറ്റ് കുടിപ്പിച്ചതിൽ കരളരിയിക്കുന്ന കഥ പറയാൻ കരളും നശിപ്പിക്കും. അങ്ങനെ എത്രയെത്ര ആളുകളെ എത്രയെത്ര കുടുംബങ്ങളെ വഴിയാതാക്കി വിട്ടിട്ടുണ്ട് ഞാൻ. ഒടുവിലെല്ലാം മനസ്സിലാക്കി എന്നെ ഒഴിവാക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാനവിടെ മാറ്റിയിരിക്കും. മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റും. ഇവൻ മദ്യം വിഷം, മദ്യം വിഷം, മദ്യം വിഷം, മദ്യം മദ്യം. എന്റെ കയ്യിലെ കാശ് കൊടുത്തിട്ട് വാങ്ങിട്ട് കൊടുക്കാം. എവിടെ പോയി എന്താ മനുഷ്യങ്ങൾക്ക് വേണ്ടി? എന്താണ് ഈ ചാറമേറ്റ് ചൂടായി തന്നെ? എന്താ അങ്ങക്ക് വേണ്ടേന്ന്? ഞാൻ ആരാന്നറിയാക്ക്? ആരാ? എന്റെ ഭർത്താവ്. ഓ, ഒരു ഭർത്താവ് കള്ളും കുടിച്ച് നാളെ ഒട്ടുക്ക് കടാക്കി നടക്കാം. ഞാനത് നടന്നു വീട്ടുക. ആര്? ഞാൻ സ്ഥലം വാങ്ങുന്നത് ഇത് പതുക്കെ 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 കൊടുത്തു എനിക്ക് പറയാം എങ്ങനെ കൊടുത്തു തീർക്കണേ. മനുഷ്യ ചങ്ക് കുത്തറ വർത്താനം പറഞ്ഞാണ്ടല്ലോ. ഞാനിന്റെ കുട്ടിയോടും കൂടെ എങ്ങനെ കഴിയണമെന്ന് ഇയാൾക്ക് അറിയില്ല. വൈകുന്നേരം ആകുമ്പോഴേക്ക് 4 കാലില വന്ന് കയറുന്നത്. ഇതാണ് ചെപ്പാടി. ഇതാണ് ചെപ്പല്ലോ. മനുഷ്യ നിങ്ങളെ ചെപ്പല്ലേ? ഇതാണ് ചെപ്പ്. എനിക്ക് പറയാം. ആരെയും ആക്കി എനിക്ക് പറയണം. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. നിങ്ങളെ ചെപ്പല്ലേ മനുഷ്യത്? ആദ്യം കൂടെ തെണ്ടിയാണെന്നൊരു ചെരുപ്പ് അറിയില്ല. അത് ശരിക്കും ഒരു ഭർത്താവ് ഇതിന്റെ ചെരുപ്പാണല്ലോ. എന്താണ് ഇത്? പിന്നെ 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 എന്നോട് കളിക്കാൻ അറിയില്ല. അറിയാലോ, ഞാൻ ഈ പെരക്ക് തീയാൻ കൊട്ടു. ഈ പെരയുടെ കത്തിക്കും. പെര കത്തിക്കുക. എന്നാ കത്തിക്ക്. ഇവിടെ ഉണ്ടെങ്കിൽ എന്താ തരും? എന്താ ഞാൻ കത്തിക്കുന്ന കത്തിക്ക് ഞാനൊന്ന് കാണാറില്ല. അറിയോ കാട്ടിന് പിച്ചെടുത്ത് കയറ്റിയ വീടാണ്. ഇയാൾക്കാണ് കത്തിക്കാണ് ഞാൻ. കത്തിച്ചിട്ടാ കാര്യം. ചൂടാക്കണ്ട. ഞാൻ എന്നോട് കാര്യം പറയാം. കത്തിക്കുന്ന പറഞ്ഞാൽ ഞാൻ കത്തിക്കും. ആ കത്തിക്ക് കാണട്ടെ. ഇല്ലേ എന്തായിരിക്കും മോശം? എത്ര താടിച്ചരടു പൊട്ടിച്ചു മദ്യമേ, എത്ര ബാല്യങ്ങൾ അനാഥമാക്കി, എത്ര കണ്ണീർ കടലു വറ്റിച്ചു മദ്യമേ, എത്ര മോഹപ്പൂ കരിഞ്ഞുപോയി. ലഹരികളിൽ അഴുകേണ്ടതല്ല ഈ കരളുകൾ, പ്രണയിച്ചു പാതി നൽകേണ്ട പൂക്കൾ. കണ്ടില്ലേ കുടുംബം? കേട്ടില്ലേ കരച്ചിൽ? എന്തൊരു രസാല്! സംഗീതാത്മകമായുള്ള കരച്ചിൽ. അത് കാണാൻ തന്നെ എന്തൊരു രസാല്! പിന്നെ
അവനെ ഉപദ്രവിക്കാൻ കഴിയുമോ? പക്ഷേ ഞാനങ്ങനെയല്ല. എന്നെ ഉപയോഗിക്കുന്നവരെ ഈ സമൂഹത്തെയും മൊത്തത്തിൽ ഞാൻ നശിപ്പിക്കും. എങ്ങനെയാണെന്നറിയോ? എന്നെ വലിച്ചു പുറന്തള്ളുന്ന പുക നീ ഈ സമൂഹത്തെ മൊത്തം നശിപ്പിക്കും. എന്നെ ചിലർ കത്തിച്ചു വലിക്കും, മറ്റു ചിലരോ പൊടിച്ചു വലിക്കും, വേറെ ചിലർ ചവച്ച് രസിക്കും. അങ്ങോട്ട് നോക്ക്. വേണ്ട, ഇവിടെ നോക്ക്. ഇതാ ഇവിടെ നോക്ക്. നിങ്ങൾക്ക് അത്ര പരിചയം കാണില്ലെങ്കിലും ഇന്ന് മാർക്കറ്റിൽ വളരെ സുലഭമാണ്. എന്നെ ആരും അറിയാതെ ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ആർക്കും അറിയാൻ പറ്റില്ല. പണക്കാരൻ മുതൽ പാവപ്പെട്ടവൻ വരെ ഇന്ന് എന്നെ ഉപയോഗിക്കുന്നു വളരെ ഈസിയായി. ഞാൻ പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഗുളികയുടെ രൂപത്തിൽ, ഇഞ്ചക്ഷന്റെ രൂപത്തിൽ, എന്തിനു പറയുന്നു സ്റ്റാമ്പ് നക്കി വരെ എന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും. ൊരീ കാലമൊരു തെരുവിന്റെ ചാരത്തുറങ്ങാതുറക്കമായി പാതിബോധത്തിൽ നിറം കെട്ടുപോകേണ്ട ചിത്രശാലയല്ല ഈ ഒറ്റ ജന്മം. പൊരുതുവാനുള്ള ഈ ഒറ്റ ജന്മം, പടികൾ പലതു കയറേണ്ട ഈ ഒറ്റ ജന്മം. ഈ മദ്യം മനസ്സു മാറ്റും മദ്യം, നാടിനും വേണ്ട വീടിനും വേണ്ട നാശം വിതറും ലഹ്യം. മനസ്സു മാറ്റും മദ്യം, നാടിനും വേണ്ട വീടിനും വേണ്ട നാശം വിതറും ലഹരി. വേണ്ട നമുക്ക് മദ്യം, മനസ്സു മാറ്റും മദ്യം, നാടിനും വേണ്ട വീടിനും വേണ്ട നാശം വിതറും ലഹരി. നാശം വിതറും ലഹരി. മദ്യം വേണ്ട മയക്കുമരുന്നും ലഹരിക്കെതിരെ പൊരുതീരാം. നമുക്കിനി ലഹരിക്കെതിരെ പൊരുതീരാം. ഒത്തുചേർന്നു നമുക്കൊരാ സംഘശക്തിയായി മാറിടാം. ഒത്തുചേർന്നു നമുക്കൊരാ സംഘശക്തിയായി മാറിടാം. ഒത്തുചേർന്നു നമുക്കൊരാ സംഘശക്തിയായി മാറിടാം. ഒത്തുചേർന്നു നമുക്കൊരാ സംഘശക്തിയായി മാറിടാം. വേണ്ട നമുക്ക് മദ്യം, വേണ്ട നമുക്ക് മദ്യം, വേണ്ട നമുക്ക് മദ്യം, വേണ്ട നമുക്ക് മദ്യം, വേണ്ട നമുക്ക് ലഹരികൾ, വേണ്ട നമുക്ക് ലഹരികൾ, വേണ്ട നമുക്ക് ലഹരികൾ, വേണ്ട നമുക്ക് ലഹരികൾ.